ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. ഒറ്റ മസാല പൗഡർ യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കൊറിയൻ സ്റ്റൈൽ ചിക്കൻ്റെ റെസിപ്പിയാണിത്. അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒതൻറ്റിക് സ്പൈസ് ഹെർബിൻ്റെ കൊറിയൻ മാരിനേറ്റ് ആണ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഈ ഒരു മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കിലോ ചിക്കൻ എല്ലോട് കൂട്ടിലിട്ടിട്ടുള്ളത് ഒന്ന് മസാല പരട്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് ഒതൻറ്റിക് സ്പൈസ് ഹെർബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്നാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഇതിൽ കുറച്ച് മസാല പൗഡേഴ്സ് ഉണ്ട്. ന്യൂഡിൽ സീസണിങ്, ഗാർലിക് പൗഡർ, ഇതുപോലെ കൊറിയൻ മസാല പൗഡർ. ഈ ഒരു ഗാർലിക് പൗഡറൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. പിന്നെ ന്യൂഡിൽ സീസണിങ് ഉണ്ടല്ലോ, അത് ന്യൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല മസാല ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് കുക്കായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഫ്ലേവർ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മസാലയുടെ. ഇനി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിന് കുറച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, വിനെഗർ, പിന്നെ കുറച്ച് കൊറിയൻ സ്പൈസ് മസാലയും കുറച്ച് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനിപ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റാണ്. സീസണിങ്ങിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് വെളുത്ത എള്ളും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ മസാല പൗഡേഴ്സിനായിട്ട് ഒതൻറ്റിക് സ്പൈസ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് വിസിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ നമ്പർ വേണമെങ്കിൽ അതും താഴെ കൊടുക്കാം കേട്ടോ.